ബഹിരാകാശത്തിലെ അനന്തമായ നക്ഷത്രങ്ങളെ നോക്കി കാലാകാലങ്ങളായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ? അതിരുകളില്ലാത്ത പ്രപഞ്ചത്തിൽ ജീവൻ വേരൂന്നിയ ഒരേയൊരു ഗ്രഹം നമ്മുടെ ഭൂമി മാത്രമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ മനുഷ്യരാശി നൂറ്റാണ്ടുകളായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതുവരേക്കും നമുക്ക് ഭൂമിക്ക് പുറത്ത് ജീവൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഏലിയൻസിനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ പുതിയൊരു അധ്യായം ആരംഭിച്ചിരിക്കുകയാണ്. കാരണം ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെ K2-18b എന്നൊരു അസാധാരണമായ എക്സോ പ്ലാനറ്റ് നിലനിൽപ്പുണ്ട്. പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ഈ ഗ്രഹത്തിന് ഉത്തരം നൽകാനാകും. എന്തെന്നാൽ നമ്മുടെ അത്യാധുനികമായ ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെ നിരീക്ഷിച്ചപ്പോൾ ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷ ഘടനയ്ക്കുള്ളിൽ ജീവന്റെ തെളിവായിട്ട് പരിഗണിക്കാൻ കഴിയുന്ന ചില രാസപദാർത്ഥങ്ങളെ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഇത് ഏലിയൻസിനെ കണ്ടെത്തുക എന്ന പ്രതീക്ഷയുടെ ഒരു വിദൂര ദീപസ്തംഭമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പക്ഷേ ശരിക്കും ഈ ഗ്രഹത്തിൽ ജീവൻ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ടോ? യഥാർത്ഥത്തിൽ ജീവന്റെ സാന്നിധ്യം വിളിച്ചോതുന്ന തെളിവുകൾ തന്നെയാണോ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്? നമുക്ക് നോക്കാം. ഭൂമിയിൽ നിന്നും ഏകദേശം 124 പ്രകാശവർഷങ്ങൾക്കകലെയാണ് K2-18b നിലനിൽക്കുന്നത്. 2015 കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പാണ് ഇതിനെ കണ്ടെത്തിയത്. ഇത് നമ്മുടെ ഭൂമിയേക്കാൾ ഒരുപാട് വലുതാണ്. ഭൂമിയുടെ 2.5 മടങ്ങിൽ കൂടുതൽ വലിപ്പവും 8.5 മടങ്ങിൽ കൂടുതൽ മാസും ഇതിനുണ്ട്. ഇത് അതിന്റെ നക്ഷത്രത്തിന്റെ ഒരുപാട് സമീപത്താണ് നിലനിൽക്കുന്നത്. സമീപത്തെന്ന് വെച്ചാൽ നക്ഷത്രത്തിൽ നിന്നും ഏതാണ്ട് 2 കോടി കിലോമീറ്റർ ദൂരത്തിൽ. താരതമ്യേന പറഞ്ഞാൽ ഭൂമി സൂര്യനിൽ നിന്നും ഏതാണ്ട് 15 കോടി കിലോമീറ്ററുകൾക്കകലെയാണ്. ഇതിനൊരു തവണ അതിന്റെ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കാൻ വെറും 33 ദിവസങ്ങൾ മാത്രം മതി. പക്ഷെ ഇതിന്റെ നക്ഷത്രം ഒരു റെഡ് ഡ്വാർഫ് നക്ഷത്രമാണ്. ഏകദേശം എല്ലാ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെയും പോലെ ഈ നക്ഷത്രത്തിനും നമ്മുടെ സൂര്യന്റെ പകുതി വലിപ്പം പോലുമില്ല. ഇത്തരം നക്ഷത്രങ്ങൾ സൂര്യനേക്കാൾ ഒരുപാട് മങ്ങിയ നക്ഷത്രങ്ങളായിരിക്കും. നിഗമന പ്രകാരം ഭൂമിക്ക് സൂര്യനിൽ നിന്നും കിട്ടുന്നതിന്റെ അത്ര പ്രകാശം തന്നെ ആയിരിക്കും K2-18bക്ക് അതിന്റെ നക്ഷത്രത്തിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ ഗ്രഹം നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ ഗ്രഹത്തിൽ ജലത്തിന് ദ്രാവക രൂപത്തിൽ തന്നെ നിലനിൽക്കാൻ സാധിക്കും. അതിനു പുറമെ 2019 ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ജലാംശത്തിന്റെ തെളിവുകളും കണ്ടെത്തി. അതോടെ എല്ലാവരും ഇതിനെ ഒരു സമുദ്ര ലോകമായിട്ട് ചിത്രീകരിക്കാൻ തുടങ്ങി. അതിനാൽ നിലവിൽ ഇതിനെ ഒരു ഹൈഷ്യൻ വേൾഡ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഉപരിതലം മുഴുവൻ സമുദ്രം കൊണ്ട് നിറഞ്ഞതും അന്തരീക്ഷം മുഴുവൻ ഹൈഡ്രജൻ കൊണ്ട് നിറഞ്ഞതുമായ ലോകങ്ങളെയാണ് ഹൈഷ്യൻ വേൾഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഹൈഡ്രജനും ഓഷനും ഉള്ളതുകൊണ്ടാണ് ഹൈഷ്യൻ എന്ന് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത് ഹൈഷ്യൻ വേൾഡ് ആയിരിക്കുമെന്ന നിഗമനത്തിലെത്താൻ ചില കാരണങ്ങളുണ്ട്. അതായത് ഈ പ്ലാനറ്റിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ മാസ് തീരെ കുറവാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു റോക്കി പ്ലാനറ്റ് ആയിരിക്കാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ റോക്കി പ്ലാനറ്റ് ആയിരിക്കുന്നതിന് പകരം സമുദ്രം കൊണ്ട് മൂടപ്പെട്ട ലോകമായതുകൊണ്ടായിരിക്കും ഇതിന്റെ വലിപ്പത്തിനനുസരിച്ച് ഇതിന് മാസ് ഇല്ലാത്തത്. മറ്റൊരു കാര്യം, ഭൂമിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി വളരെ തീവ്രമായിരിക്കും. ഗ്രാവിറ്റി കൂടിയ ഗ്രഹങ്ങൾക്ക് സ്വാഭാവികമായും കൂടുതൽ അന്തരീക്ഷത്തിനെ പിടിച്ചു നിർത്താനും സാധിക്കും. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ ഗ്രഹത്തിന് വളരെ കട്ടി കൂടിയ അന്തരീക്ഷമുണ്ടായിരിക്കും. ഒരുപക്ഷെ ഈ കട്ടി കൂടിയ അന്തരീക്ഷം കാരണമായിരിക്കും ഇത് ഇത്രയും വലിപ്പത്തിൽ കാണപ്പെടുന്നത്. ഇത്രയും വലിപ്പമുള്ള ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ പൊതുവെ ഹൈഡ്രജന്റെ അളവ് ഒരുപാട് കൂടുതലായിരിക്കും. അതിനു പുറമെ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡും മീഥൈനും പോലെയുള്ള പദാർത്ഥങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ ഹൈഡ്രജൻ കൊണ്ട് നിറഞ്ഞ അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളിൽ സാധാരണ പൊതുവായിട്ട് കാണപ്പെടുന്നവയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ ഉണ്ടായിരിക്കുമെന്ന നിഗമനത്തിലെത്തിയത്. മറ്റൊരു കാര്യം, അന്തരീക്ഷത്തിൽ അമോണിയ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അമോണിയ വളരെ എളുപ്പത്തിൽ ജലത്തിൽ അലിഞ്ഞു ചേരുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഉപരിതലത്തിൽ വലിയ സമുദ്രങ്ങൾ ഉണ്ടായിരിക്കുമെന്ന നിഗമനത്തിലെത്തിയത്. പക്ഷേ ശരിക്കും ഇതിന്റെ ഉപരിതലത്തിൽ സമുദ്രങ്ങൾ ഉണ്ടോ എന്നും അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ ഉണ്ടോ എന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. എന്നാൽ ഈ ഗ്രഹത്തിന് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. അതാണ് ജീവന്റെ തെളിവ്. മനുഷ്യരാശി ഒത്തിരിയേറെ പ്രതീക്ഷകളോടെ വിക്ഷേപിച്ച ഒരു ടെലിസ്കോപ്പാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്. അന്യഗ്രഹ ജീവികളുടെ തെളിവുകൾ കണ്ടെത്തുക എന്നതായിരുന്നു ഈ ടെലിസ്കോപ്പ് വിക്ഷേപിച്ചതിന് പിന്നിലെ ഒരു പ്രധാന ഉദ്ദേശം. 2023 JWST അത് സാധ്യമാക്കുകയും ചെയ്തു. അതായത് K2-18bയിൽ DMSന്റെ അഥവാ ഡൈമെഥിൽ സൾഫൈഡിന്റെ തെളിവുകൾ കണ്ടെത്തി. നിക്കോ മധുസൂദൻ എന്നൊരു ഇന്ത്യൻ ബ്രിട്ടീഷ് പ്രൊഫസറാണ് ഇത് കണ്ടെത്തിയത്.
ഭൂമിയുടെ അന്തരീക്ഷത്തിലും ഡൈമെഥിൽ സൾഫൈഡ് ഉണ്ട്. ഭൂമിയിലെ കാലാവസ്ഥകൾ നിയന്ത്രിക്കുന്നതിലും മേഘരൂപീകരണ പ്രക്രിയകളിലും സൾഫർ സൈക്കിൾസിലും വായുഗുണം നിയന്ത്രിക്കുന്നതിലും അങ്ങനെ പല കാര്യങ്ങളിലും DMS നമ്മുടെ അന്തരീക്ഷത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇതേ DMS ആണ് K2-18bയിലും കണ്ടെത്തിയത്. എന്നാൽ ഇതിൽ അത്ഭുതം എന്താണെന്നാൽ ഭൂമിയിൽ DMS ഉൽപ്പാദിപ്പിക്കുന്നത് ജീവൻ മാത്രമാണ്. ജീവൻ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഫൈറ്റോ പ്ലാങ്ക്ടൺ പോലെയുള്ള സൂക്ഷ്മജീവികൾ. ഇങ്ങനെയല്ലാതെ DMS പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒന്നല്ല. അങ്ങനെയെങ്കിൽ നിക്കോ മധുസൂദന്റെ കണ്ടെത്തൽ അനുസരിച്ച് K2-18bയിലും ജീവൻ ഉണ്ടായിരിക്കും. ജീവൻ ഉണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, ഈ ജീവൻ മുഴുവൻ സമൃദ്ധമായിട്ട് വളരുന്നുമുണ്ടായിരിക്കും. കാരണം ഭൂമിയിൽ കാണപ്പെടുന്നതിന്റെ 20 മടങ്ങോളം DMS ആണ് K2-18bയിൽ കാണപ്പെടുന്നത്. അതിനു പുറമെ DMS യഥാർത്ഥത്തിൽ പെട്ടെന്ന് നശിച്ചു പോകുന്നവയാണ്. പക്ഷേ എന്നിട്ടും ഇത്രയും വൻ തോതിൽ അവിടെ DMS ഉണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ DMS വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ്. ഇത്രയും വേഗത്തിൽ ഇത്രയും വൻ തോതിൽ DMS ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായും അത് ജീവന് മാത്രമേ കഴിയൂ. നിക്കോ മധുസൂദനും മറ്റു ചില ശാസ്ത്രജ്ഞരും ചേർന്ന് 2025ലും JWSTയിലൂടെ K2-18bയെ നിരീക്ഷിച്ചിരുന്നു. അപ്പോഴാണ് DMSന്റെ കണ്ടെത്തൽ അവർക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയത്. ആകെ മൊത്തത്തിൽ ഇവരുടെ എല്ലാ കണ്ടെത്തലുകളും K2-18bയിൽ ജീവൻ ഉണ്ടെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് സത്യമാണെങ്കിൽ ഈ ജീവൻ സ്വാഭാവികമായും മൊത്തം സമുദ്രജീവികൾ മാത്രമായിരിക്കും. കാരണം ഇതൊരു ഹൈഷ്യൻ ലോകമായതുകൊണ്ട് കരഭാഗമുണ്ടായിരിക്കില്ല. അഥവാ ഉണ്ടെങ്കിലും അത് തീരെ കുറവായിരിക്കും. അപ്പോൾ കരയിലേക്ക് ജീവൻ വ്യാപിക്കാനുള്ള സാധ്യതയും കുറവാണ്. മറ്റൊരു കാര്യം, ഇതിന്റെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഫോട്ടോസിന്തസിസും അതിന് സമാനമായ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ലോകത്തിൽ സസ്യജാലങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. സസ്യജാലങ്ങൾ മാത്രമല്ല, യഥാർത്ഥത്തിൽ വലിയ ജീവിവർഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കണമെന്നില്ല. എന്തെന്നാൽ ഇത്രയും വലിയ ഗ്രഹങ്ങളിൽ വലിയ ജീവജാലങ്ങൾക്ക് രൂപം കൊള്ളാൻ പ്രയാസമായിരിക്കും. കാരണം ഗ്രഹത്തിന്റെ അതിതീവ്രമായ ഗ്രാവിറ്റി അതിന് അനുവദിക്കില്ല. പകരം ഇതൊരുപക്ഷെ വെറും സൂക്ഷ്മ ജീവികളായിരിക്കും. എന്നിരുന്നാൽ പോലും ഏലിയൻസിനെ കണ്ടെത്തി എന്നത് തീർച്ചയായും വളരെ വലിയൊരു വാർത്തയാണ്. ഈ കണ്ടെത്തലിനെ കൂടുതൽ കൗതുകകരമാക്കുന്നത് ഈ ഗ്രഹത്തിന്റെ നക്ഷത്രമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഗാലക്സിയിൽ 10,000 കോടിയിലേറെ നക്ഷത്രങ്ങളുണ്ട്. ഇതിൽ 70% കൂടുതലും റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളാണ്. K2-18bയിൽ ജീവൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഒരുപക്ഷെ മറ്റ് റെഡ് ഡ്വാർഫുകളിലും ജീവൻ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സി മുഴുവൻ ചിലപ്പോൾ ജീവൻ കൊണ്ട് നിറഞ്ഞതായിരിക്കും. പക്ഷേ അസാധാരണമായ അവകാശവാദങ്ങൾക്ക് അസാധാരണമായ തെളിവുകളും ആവശ്യമാണ്. നിർഭാഗ്യവശാൽ ഈ കണ്ടെത്തലിന് പിന്നിൽ അങ്ങനെ അസാധാരണമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല. JWST അന്യഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിനെ നിരീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ നേരിട്ട് ഫോട്ടോ പകർത്തുകയല്ല ചെയ്യുന്നത്. അത്രയും ശക്തിയൊന്നും JWSTക്കില്ല. JWSTക്ക് എന്നല്ല, മനുഷ്യരാശി നിർമ്മിച്ചിട്ടുള്ള ഒരു ടെക്നോളജിക്കും അത് സാധ്യമല്ല. കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കകലെയുള്ള നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഒക്കെ JWSTക്ക് കാണാൻ കഴിയും. പക്ഷേ തൊട്ടടുത്തുള്ള നക്ഷത്ര വ്യൂഹമായ പ്രോക്സിമ സെന്ററിയിലുള്ള ഗ്രഹങ്ങളെ പോലും JWSTക്ക് കാണാൻ പറ്റില്ല. കാരണം നക്ഷത്രങ്ങളും ഗാലക്സികളും ഒക്കെ തീവ്രമായ പ്രകാശം പുറത്തുവിടുന്നുണ്ട്. അതുകൊണ്ടാണ് അവയെ കാണാൻ പറ്റുന്നത്. എന്നാൽ ഗ്രഹങ്ങൾ ഒരു തരത്തിലുമുള്ള പ്രകാശവും പുറത്തുവിടുന്നില്ല. അതുകൊണ്ട് തന്നെ അവയെ കാണാനും പറ്റില്ല. പക്ഷേ കാണാതെ പിന്നെ എങ്ങനെയാണ് ഇത് ഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്നത്? സംഭവം, JWST ഒരു എക്സോ പ്ലാനറ്റിനെ നിരീക്ഷിക്കുമ്പോൾ പ്രധാനമായും അതിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുന്ന അതിന്റെ നക്ഷത്രത്തിന്റെ പ്രകാശമാണ് നിരീക്ഷിക്കുന്നത്. ഈ പ്രകാശം ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ അന്തരീക്ഷത്തിലുള്ള പദാർത്ഥങ്ങളും വാതകങ്ങളുമെല്ലാം ഈ പ്രകാശത്തിന്റെ പല വേവ് ലെങ്തുകളെയും അബ്സോർബ് ചെയ്തിട്ടുണ്ടാകും. ഏതൊക്കെ വാതകങ്ങൾ ഏതൊക്കെ വേവ് ലെങ്തിലുള്ള പ്രകാശങ്ങളെയാണ് അബ്സോർബ് ചെയ്യുന്നതെന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രകാശത്തിലെ മിസ്സിംഗ് ആയിട്ടുള്ള വേവ് ലെങ്തുകൾ നോക്കുമ്പോൾ ആ പ്ലാനറ്റിന്റെ അന്തരീക്ഷത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് JWST എക്സോ പ്ലാനറ്റ്സിനെ നിരീക്ഷിക്കുന്നത്. ആസ്ട്രോണമിക്കൽ സ്പെക്ട്രോസ്കോപ്പി എന്നാണ് ഇതിനെ പറയുന്നത്. നിർഭാഗ്യവശാൽ ഈ സംവിധാനത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. പ്രധാന പ്രശ്നം, വ്യത്യസ്തമായ പദാർത്ഥങ്ങൾക്കും ഒരേ രീതിയിൽ ഒരേ വേവ് ലെങ്സിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ എക്സോ പ്ലാനറ്റിലുള്ളത് ശരിക്കും ഏത് പദാർത്ഥമാണെന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ വളരെ പ്രയാസമായിരിക്കും. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണെന്ന് ലൂയിസ് വെൽബാങ്ക്സ് എന്നൊരു ഗവേഷകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എങ്ങനെയാണെന്നാൽ നിക്കുവും കൂട്ടരും DMS കണ്ടെത്താൻ ഉപയോഗിച്ച അതേ ഡേറ്റയിൽ ലിയൂസും പഠനം നടത്തി. ആ പഠനത്തിൽ DMSന്റേതാണെന്ന് കരുതിയ സിഗ്നലിന്റെ സ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ വേറെയും 100 കണക്കിന് മോളിക്യൂൾസിനെ പരിഗണിക്കാമെന്ന് ബോധ്യമായി. അതായത് DMSന് പകരം അവിടെ ഈ 100 കണക്കിന് മോളിക്യൂൾസിൽ ഏത് വെച്ചാലും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും സിഗ്നല് വരുന്നത്. പക്ഷെ അതിനെ ഒന്നും പരിഗണിക്കാതെയാണ് ജീവന്റെ സാധ്യത ചൂണ്ടിക്കാണിക്കുന്ന DMSനെ തന്നെ നിക്കവും സംഘവും പരിഗണിച്ചത്. സ്പെക്ട്രോസ്കോപ്പിയുടെ മറ്റൊരു വലിയ പ്രശ്നം എന്നത് നോയിസ് ആണ്. ബഹിരാകാശത്തിൽ പല വിധത്തിലുമുള്ള നോയിസും ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട നോയിസ് എന്നത് സ്റ്റെല്ലാർ നോയിസ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾക്ക് അവയുടേതായ കാലാവസ്ഥകളും വ്യതിയാനങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ അവയുടെ പ്രകാശത്തിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിനൊരുത്തമ ഉദാഹരണമാണ് സൺസ്പോട്സ്. അത് സൂര്യന്റെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് എല്ലാ നക്ഷത്രങ്ങളിലും സംഭവിക്കാറുണ്ട്. ഇങ്ങനെ സൺസ്പോട്ട് ഉണ്ടാകുന്ന ഭാഗത്തിൽ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് പ്രകാശം തീരെ മങ്ങിയതായിരിക്കും. JWST K2-18bയെ നിരീക്ഷിച്ചപ്പോൾ അത് ഇത്തരം ഒരു സൺസ്പോട്ടിന് മുന്നിലൂടെയാണ് കടന്നു പോയതെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ആ സൺസ്പോട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പകരം ആ പ്രകാശത്തിനെ ഗ്രഹം അബ്സോർബ് ചെയ്തതായിട്ടേ തോന്നുകയുള്ളൂ. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുന്ന ബാക്കി കാര്യങ്ങളും തീർച്ചയായും തെറ്റായിരിക്കും. പക്ഷേ ഈ ഗ്രഹത്തിനെ 2 തവണ നിരീക്ഷിച്ചതുകൊണ്ട് ഇത് നോയിസ് ആയിരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് തോന്നും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, സൺസ്പോട്ട് എന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. നക്ഷത്രങ്ങളിൽ ഇതുപോലെയുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ സംഭവിക്കാറുണ്ട്. അതിനു പുറമെ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ സാധാരണ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള നക്ഷത്രങ്ങളാണ്. അതായത് അവയിൽ ഇത്തരം പ്രതിഭാസങ്ങൾ നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും, അതും വളരെ തീവ്രമായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് വെറും നോയിസ് ആയിരിക്കാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. ഡോക്ടർ ജെയ്ക്ക് ടെയ്ലർ എന്നൊരു ഗവേഷകൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പഠനം നടത്തി. അദ്ദേഹത്തിന്റെ പഠനത്തിൽ അദ്ദേഹം സാധ്യതയുള്ള നോയിസുകളെ വെച്ച് പരിഗണിച്ച് നോക്കിയപ്പോൾ ഈ സിഗ്നല് വെറും നോയിസ് മാത്രമായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതെല്ലാം സ്പെക്ട്രോസ്കോപ്പിയിലുള്ള പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ എപ്പോഴും സംഭവിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വെറും സംശയങ്ങൾ മാത്രമാണെന്നും K2-18bയിൽ ശരിക്കും ഏലിയൻസ് ഉണ്ടെന്നും നമുക്ക് വാദിക്കാം. പക്ഷെ ഇതിനേക്കാളുമൊക്കെ ഉപരി ഇത് ഏലിയൻസ് ഒന്നും ആയിരിക്കില്ല എന്ന് പറയാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമുണ്ട്. എന്താണെന്നാൽ യഥാർത്ഥത്തിൽ DMS ജീവന് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ DMSനെ നമുക്ക് വേറെ ഒരിടത്തും കാണാൻ പറ്റില്ലായിരുന്നു. എന്നാൽ DMSനെ വേറെയും സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതും ജീവനില്ല എന്ന് നമുക്ക് 100% ഉറപ്പുള്ള സ്ഥലങ്ങളിൽ. ഉദാഹരണത്തിന് നമ്മുടെ ഗാലക്സിയുടെ മധ്യഭാഗത്തിലുള്ള ഒരു നെബുലയിൽ വൻതോതിൽ DMS ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നെബുല എന്നത് വാതകങ്ങളും പൊടിപടലങ്ങളും ഒക്കെ കൊണ്ട് നിർമ്മിതമായ ബഹിരാകാശത്തിലെ വെറും മേഘരൂപീകരണം മാത്രമാണ്. അവിടെ ജീവൻ ഉണ്ടായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട തെളിവ് തന്നത് ESAയുടെ റോസെറ്റ പേടകമാണ്. ഈ പേടകം 2014 67P എന്നൊരു കോമറ്റിന് സമീപത്തുകൂടെ പറന്നുപോയി. ആ സമയം കോമറ്റിൽ DMS ഡിറ്റക്ട് ചെയ്തിരുന്നു. ഇതിനൊക്കെ പുറമെ പ്രകൃതിയിൽ തന്നെ ലഭ്യമായ കെമിക്കൽസിന്റെ വളരെ നിസ്സാരമായ പ്രതിപ്രവർത്തനങ്ങൾ മാത്രം ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ലാബുകളിലും പലതവണ DMS നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ DMS നമ്മൾ കരുതുന്നത് പോലെ ജീവൻ കാരണം മാത്രം ഉണ്ടാകുന്ന ഒന്നല്ലെന്നും പ്രകൃതിയിൽ തന്നെ അതിന് രൂപം കൊള്ളാൻ കഴിയുമെന്നുമാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. നിസ്സാരമായിട്ട് പറഞ്ഞാൽ K2-18bയിൽ ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നതിന് നിലവിൽ വ്യക്തമായ യാതൊരു തെളിവും കിട്ടിയിട്ടില്ല എന്നതാണ് വസ്തുത. K2-18bയുടെ കൗതുകകരമായ നിഗൂഢത ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മുടെ അറിവുകൾക്കും അപ്പുറമുള്ള രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നതിന്റെ വളരെ ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്നിരുന്നാലും ജീവന്റെ തെളിവാണെന്ന് കരുതിയ സിഗ്നലിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഏലിയൻ സിഗ്നലുകളെ വ്യാഖ്യാനിക്കുന്നതിലെ സങ്കീർണതകളെക്കുറിച്ച് നമുക്ക് ആഴത്തിലുള്ള വിജ്ഞാനം നേടാൻ പറ്റി. ഇതുപോലെ അന്യഗ്രഹ ജീവികളെ തേടിയുള്ള അന്വേഷണം എപ്പോഴും ആവേശകരമായ കണ്ടെത്തലുകളും പുനഃപരിശോധനകളും നിറഞ്ഞ ഒരു യാത്രയാണ്. K2-18bയിൽ ചിലപ്പോൾ ജീവനില്ലായിരിക്കാം. പക്ഷേ ഏലിയൻസിനെ തേടിയുള്ള യാത്ര ഒരിക്കലും K2-18bയിൽ അവസാനിക്കുന്നതല്ല.
നമ്മുടെ ടെക്നോളജികൾ എപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സോ പ്ലാനറ്റുകളുടെ അന്തരീക്ഷം നിരീക്ഷിക്കുക എന്നത് വെറും 10 വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം അസാധ്യമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അത് സാധ്യമാക്കി മാറ്റിക്കഴിഞ്ഞു. അതിനു പുറമെ നിഗൂഢതകൾക്ക് പിന്നിലെ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള നമ്മുടെ ജിജ്ഞാസ ഒരിക്കലും അവസാനിക്കുകയുമില്ല. അതുകൊണ്ട് ഏലിയൻസിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഇനിയും നമ്മൾ തുടരുക തന്നെ ചെയ്യും. എന്തായാലും ശരിക്കും K2-18bയിൽ ജീവൻ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.